ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ബത്തേരി വരെ പോയതാണ് കേട്ടോ. ചില 2-3 ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടി തന്നെ പോയതാണ്. അപ്പം ആ വീഡിയോ ആണ് ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ മോളെ സ്കൂള്. അപ്പം ഞാൻ മോളെ സ്കൂളിലാക്കിയിട്ട് രാവിലെയാണ് പോകുന്നത്. ഈ സംസാരിക്കുന്നത് സീനത്താണ് കേട്ടോ. ആരും തന്നെ കൂടില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അങ്ങനെ തനിച്ച് പോവാൻ എന്തൊരു മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം ആരുമില്ല. അപ്പോൾ അങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. മോളെ സ്കൂളിലാക്കി വന്നിട്ട് സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാത്തു നിന്നാൽ മതി കേട്ടോ ബസ്സിന്. അങ്ങനെ ഞാൻ ബസ് കാത്തു നിന്നു. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വെറും തുടക്കക്കാർ മാത്രമാണ് യൂട്യൂബിൽ. അപ്പോൾ ഞങ്ങളെ വീഡിയോസിന് ചിലപ്പോൾ ക്ലാരിറ്റി കുറവോ സൗണ്ട് ക്ലിയർ ഇല്ലായ്മയൊക്കെ ഉണ്ടാവും. നിങ്ങളതൊക്കെ ക്ഷമിക്കുക. ഞങ്ങൾ കുറേ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോകൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു ഫോണില്ല. അപ്പം നിങ്ങളെല്ലാം ക്ഷമിക്കുക. അങ്ങനെ അതാ ബസ് കിട്ടി. അപ്പം ഇവിടെ ഒരു അടിപൊളി കാഴ്ച ഉണ്ട്. അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. എന്താ പറയുക, ഇങ്ങനെ വയൽ, തൊട്ടടുത്തൊരു തോട്, ചെറിയ ചെറിയ മലനിരകൾ, അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഷാപ്പും ഉണ്ട് കേട്ടോ, വയൽ തീരം എന്ന് പറഞ്ഞിട്ട്. അവിടെയൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അവിടെ കണ്ടങ്ങനെ ഇരുന്ന് പോകും. അങ്ങനെ ഞാൻ ബത്തേരി 2 ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ബാങ്കിൽ പോയിരുന്നു. അങ്ങനെ ബാങ്കിൽ പോയി ആവശ്യങ്ങൾ കഴിഞ്ഞ് നടന്ന് പിന്നെ പോയതൊക്കെ നടന്നിട്ടാണ് കേട്ടോ. നടന്നങ്ങനെ ബത്തേരി ടൗണിൽ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പിന്നെ പോയത് വക്കീലിൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് പോയി അവിടുത്തെ ആവശ്യങ്ങളും കഴിഞ്ഞ് തിരിച്ചൊരു ഓട്ടോ വിളിച്ചിട്ട് ബത്തേരി ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ബസ്സും കിട്ടി. പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ബസ് കയറി പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകുമെന്ന് വെച്ചു. കാരണം മോള് എക്സാം കഴിഞ്ഞ് വരാനായിട്ടുണ്ടായിരുന്നു. മോൾക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്, എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ച് അങ്ങനെ ഒരു ബേക്കറി കയറിയത്. പിന്നെ ഞാൻ ബേക്കറി ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. നമ്മളങ്ങനെ മക്കളെ ബേക്കറി തീറ്റിക്കുന്ന നല്ലതല്ലല്ലോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങുക ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറ്റം കുറവുകളൊക്കെ ഞങ്ങൾ നികത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.